ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ധൻഷു ബേബീൻ്റെ ഫസ്റ്റ് അംഗൻവാടി ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ കൂടി അതിൽ ഇരട്ടിയായിട്ട് സങ്കടവും കൂടി ഉണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും കാലം നമ്മളോട് കൂടി ചേർന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ കുറച്ച് സമയത്തേക്കാണെങ്കിൽ കൂടി നമ്മളടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, എല്ലാ അമ്മമാർക്കും അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കല്ലേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുള്ള അമ്മമാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണല്ലേ. അപ്പോൾ ഇത്ര വരെയാണെങ്കിൽ ഓരോ കാര്യത്തിന് നമ്മൾ ഫുഡ് കൊടുക്കാനാണെങ്കിലൊക്കെ നമ്മൾ കൂടെ തന്നെ നടന്ന്, ഇനി അതല്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ബേബീസും ഉണ്ടാവും. അപ്പോൾ ഇനി ആ ഒരു ഇതൊക്കെ മിസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇവർ ആ ഒരു സമയത്ത് കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഇടയിൽ മാറി നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയമായാലും നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അംഗനവാടിയൊക്കെ ഉണ്ടാക്കിയ കറിയോ? നീ അംഗനവാടിയൊക്കെ ഉണ്ടാക്കിയ കറിയോ? എന്തിന്? അയ്യോ, അണി കൂട്ടാൻ വരൂലേ വാവേന? അണി വാവേന കൂട്ടാൻ വരൂലേ? കൂട്ടാൻ വരൂലേ അണി? കറി ഉണ്ടാട്ടോ. അംഗനവാടിയിൽ ബാവക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലേ? ഉണ്ട്. നാളെ അവിടെ നിൽക്കുവാ? കറിയൂലല്ലോ? കറിയറിയേ പല്ലേ തേക്ക്. അപ്പോൾ ഓരോ ദിവസമായിട്ട് എടുത്ത് വെച്ച ഷോർട്സാണ് കേട്ടോ നിങ്ങൾ മുന്നേ കണ്ടത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടായത് ധനുഷിനെ പല്ല് തേപ്പിക്കാന്ന്, അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അംഗനവാടി പോകുന്ന ദിവസമായതുകൊണ്ട് ഇത്തിരി രാവിലെ എണീച്ചിട്ടും ഉണ്ട് കേട്ടോ. കുത്തിപ്പൊക്കി എണീപ്പിച്ചതാണ്. കുഞ്ഞുങ്ങളാകുമ്പോൾ കുറേ സമയം ഉറങ്ങുമല്ലോ. ഇനിയിപ്പോൾ തൊട്ട് അവരെ ശീലങ്ങളൊക്കെ മാറാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ ഞാനിത് അപ്പവും മുട്ടയും മിക്സ് ചെയ്തിട്ട് അവനാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി റെഡി ആയിട്ടുണ്ട്, അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുതിയ ബാഗൊക്കെ ഇട്ട് അങ്ങനെ നല്ല സുന്ദരനായിട്ടുണ്ട്. അമ്മ അവൻ്റെ ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് കേട്ടോ മൈൻഡിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ആദ്യത്തെ ദിവസം അവന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കും, പുള്ളിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഫസ്റ്റ് ഡേ ഞാൻ ഉച്ച വരെ അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് വന്നിട്ട് ഉച്ചയ്ക്ക് കഞ്ഞിയും കൂടെ കുടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് കേട്ടോ. ഞാൻ പോവട്ടെ വീട്ടിലേക്കെന്ന് ചോദിക്കുമ്പോൾ അവൻ വിടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അവന് ഞാൻ വാരിക്കൊടുത്തൊക്കെയുള്ള ശീലമാണല്ലോ. ചില ഫുഡ് അവൻ തനിയെ കഴിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വാരിക്കൊടുക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ അവന് എല്ലാ കുട്ടികളും വാരി കഴിക്കുമ്പോൾ അവൻ എന്താ ചെയ്യണേ തിരിയുന്നില്ല തോന്നും. ഞാൻ സ്പൂൺ വെച്ച് കോരി കൊടുത്തട്ടോ. പിന്നെ അവനെയും കൂട്ടി ഞാൻ അന്നത്തെ ദിവസം വീട്ടിലേക്ക് പോന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇത് പിറ്റേ ദിവസം വൈകുന്നേരമുള്ള വീഡിയോ ആട്ടോ കാണുന്നത്. അങ്ങനെ ജനഗണമനയൊക്കെ ചൊല്ലി നമ്മളിതാ നല്ല കുട്ടികളായിട്ട് തിരിച്ച് നടന്നാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു വയലിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ നടന്നു പോകാൻ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ മീനുകളൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവർക്കതൊക്കെ ഭയങ്കര കൗതുകമാണ്. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാതെ ആർക്കും തന്നെ ഇതുവഴി പോകാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. നമ്മുടെ കുറ്റ്യാട്ടൂർ ഭാഗത്തൊക്കെയുള്ള ആ ഒരു അതേ പ്രകൃതി സൗന്ദര്യം ഇവിടെയും എനിക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി എന്താ പറയുക നടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ ധനുഷിൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഇവിടെ അമ്മമാരും നമ്മളൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇപ്പോൾ ധനുഷു ബേബി ഇപ്പോൾ അംഗനവാടി പോകാൻ തുടങ്ങിയിട്ട് 3 ദിവസമായതിന് ശേഷമാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത്, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ അവന് കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഡേ ആൾ നന്നായിട്ട് വഴക്കുണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് സെറ്റായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ
തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.